ഗുരുവായൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കി. ഇരങ്ങിപ്പുറം പുതുവീട്ടിൽ ജുമൈലയാണ് തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശയ്ക്ക് പണം വാങ്ങിയ ആബിദയിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ജുമൈല പറയുന്ന ശബ്ദ സന്ദേശവും ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. അറ്റലി ബൈറ്റ് കേൾക്കാം. എൻ്റെ കട പോയിട്ടുള്ള കാശൊക്കെ അവളേന്ന് മേടിച്ചു തരാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ മോന് ഇപ്പോൾ സാധാരണ ഒരു വണ്ടി എടുത്തു കൊടുക്കുകയും അവനെ പണിക്ക് പറഞ്ഞേക്ക് അവരെ രണ്ടാളെയും നോക്കണോട്ടുള്ള എൻ്റെ മക്കളെ നോക്കണ പോലെ അവരെ നോക്കണം. അവർക്ക് ആരുമില്ല എന്തും തോന്നായിരുന്നു. എനിക്ക് പിന്നെ പിന്നെ ഭയങ്കര ശല്യം. കുടിയിൽ വന്നിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ ഒരു പൊറുതി തരുന്നില്ല. ഒരു വർഷം മുൻപ് ജുമൈല ആബിദയിൽ നിന്നും പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിയിരുന്നതായി മകൻ ഷിനാസ് പറഞ്ഞു. മരണത്തിന്റെ കാരണം അബിദ എന്നുള്ളൊരു വ്യക്തിയുടെ പേരും ഇതും ഡീറ്റെയിലൊക്കെ എഴുതിച്ചിട്ടാണ് മരിച്ചത്. അവര് നിരന്തരം വീട്ടിലേക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ഉമ്മാനെ ശല്യം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഉമ്മ അത് ഞങ്ങളോട് പറയാറില്ല. തുച്ഛമായ ചെറിയൊരു 50,000 രൂപയുടെ കേസിന് ഉമ്മാനെ വീട്ടിലേക്ക് വന്നിട്ട് നിരന്തരം, അതായത് ഇന്ന് വെള്ളിയാഴ്ച വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മാനെ അവളെ ആങ്ങളിനെ ഇട്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നാണ് പറഞ്ഞിരുന്നത്. ഉമ്മ അതൊന്നും ഞങ്ങളോട്, ഞാനും എൻ്റെ അനിയനോട് പറഞ്ഞിട്ടില്ല. ചെറുപ്പം മുതൽ ഉപ്പല്ലാണ്ട് ഉമ്മയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അവര് കൊടുക്കാനുള്ള പൈസ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതാ. അതുപോലും വകവെക്കാണ്ടാണ് അവര് ഉമ്മാനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ലെവിനെ, മരണപ്പെട്ട ജുമൈലയുടെ ഈ ടെലിബൈറ്റ് നമ്മൾ കേട്ടു, ഒപ്പം തന്നെ മകൻ ഷിനാസ് പറയുന്നതും കേട്ടു. ഇതിപ്പം എന്താ വിവരങ്ങൾ, എങ്ങനെയാണ് പോലീസ് എന്താ പറയുന്നത്, എന്ത് നടന്നു എന്നാണ് മനസ്സിലാകുന്നത്? സേതു, അസ്വാഭാവിക മരണത്തിനാണ് ഗുരുവായൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. ഈ 50 വയസ്സുകാരിയാണ് ജീവനൊടുക്കിയ ജുമൈല ഒരു വർഷം മുൻപാണ് സുഹൃത്തു കൂടിയായിട്ടുള്ള ആബിദയിൽ നിന്നും 50,000 രൂപ പണം പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നത്. മക്കൾക്ക് വാഹനം വാങ്ങിച്ച് നൽകുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പണം വാങ്ങിയത്. 8 മാസത്തോളം പലിശ 10,000 രൂപ പലിശ ഇനത്തിൽ 10,000 രൂപ വീതം അടച്ചിരുന്നു. തുടർന്നുള്ള 2 മാസം ഇവർക്ക് പണം അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് ഈ ആബിദ ഈ ജുമൈലയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം പണം വേണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇല്ലെങ്കിൽ തൻ്റെ സഹോദരനുമായി എത്തും, പണം ഏതു വിധേനയും നൽകണം എന്നുള്ള കാര്യം പറഞ്ഞു. ആധാരം പണയപ്പെടുത്തി ഈ പണം തിരികെ നൽകാനുള്ള ഒരു നീക്കം കൂടി ജുമൈലയുടെ ഭാഗത്തുനിന്നും നടത്തി. പക്ഷേ എന്നാൽ അത് വിജയിച്ചില്ല. അതേ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലും മനപ്രയാസത്തിലുമായിരുന്ന ജുമൈല വ്യാഴാഴ്ച പുലർച്ചെ ഇത്തരത്തിൽ വീട്ടിൽ മറ്റുള്ള ബന്ധുക്കളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വീടിന് പുറത്തിറങ്ങി തീ കൊളുത്തി ജീവനൊടുക്കുകയായിരുന്നു. ഈ സംഭവം ആളുകൾ പുറത്തറിയുന്നത് മക്കൾ 2 പേരും എഴുന്നേറ്റ് ഇവരെ തിരയുമ്പോൾ ഇവരെക്കുറിച്ച് വിവരമില്ല. ഫോൺ പരിശോധിക്കുമ്പോൾ മുറിയിൽ ഫോണുണ്ട്. അങ്ങനെ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സംസ്കരിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ ആബിദയ്ക്കെതിരെ ആരോപണവുമായി ജുമൈലയുടെ മക്കൾ രംഗത്ത് വരുന്നത്. നിരന്തരം ഈ പലിശ വാങ്ങിയതിന് ശേഷവും മറ്റും പലിശ ലഭിക്കാത്തതിനെ തുടർന്ന്, പണം ലഭിക്കാത്തതിനെ തുടർന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. 50,000 രൂപ മാത്രമായിരുന്നു കടമുണ്ടായിരുന്നത്. പക്ഷേ പലിശ ഇനത്തിൽ അതിലും മുകളിലുള്ള തുക പലപ്പോഴായി കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷവും ഇവരുടെ ഭീഷണി തുടർന്നതാണ് തങ്ങളുടെ മാതാവ് ജീവനെടുക്കാൻ കാരണമെന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും സംഭവത്തിൽ ഗുരുവായൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. സേതു. ഓക്കെ ലെവിനെ, ശരി. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.